Hanun Damando Henun Nahun Lofison Ahlofine Esrahamena Nimbadavu Viksudhanmar Innivarthan Prarthalayal Surgabidavin Ekasuga Vasanamada Rajadisha Ninne Varthum Nyan Sakhajamada Mrindirahida Karunyathan Martin Maran Vargathinu Muluvan Jeevanadum Rakshayumekanagadanayi Vimalada Suthiyan Ivayulla Mahima Diyalum Devajanatri Kanyagaya Mariyaminum Bhedamaganne മാനവനായി ക്രൂശിതനായ ഞങ്ങൾ തുടയോന മസീഹ നിജമൃതിയ ദേവതൻ മൃതിയമീശോ നിഘനേ ശോനേ അപ്പരിഭാവനത്ര സുമിതാവോടൊപ്പം ജീവനഴും ഋക്കുദിശ സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യേണം. ദൈവമേ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കുറിയേലായി സോൻ കുറിയേലായി സോൻ കുറിയേലായി സോൻ ഭൂവില ശേഷം ദൈവത്താ പ്രേരിതരായ സ്നേഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലവൻ ഗേല്യോൻ കൈക്കൊള്ളുവോ ഒക്കെയഴും ഭാഗ്യനിധൻ അറിയിച്ചു സ്വർഗമഹാരാജ്യം. പത്രോസ്ലീഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആവിബായി മാറിക്കുമോ. സ്നേഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിപരിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിക്കാനും നിപ്പാനിട വരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല, കഷ്ടം സഹിക്കേണ്ടത് പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. ആബിബായി പാറിക്കുമോ. ധന്യൻ നൽകട്ടെ ഇദേവം നിങ്ങൾ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം തോൻ അവസാനിപ്പിപ്പോൾ ധന്യൻ. സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. ഏറിടുവിൻ കാതൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാബന്തിൽ. ഹല്ലേലൂയ. ശ്ലോമോ
കൊൽഖോൻ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമാകുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവരക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗക്കാരനായ വിശുദ്ധ യോഹന്നാൻ സ്ലേഹായിൽ നിന്നും വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷകായി തന്നെ ജനസ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടനായിരുന്ന ഒരു മനുഷ്യനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട്, ഗുരു, ഇവൻ കുരുടനായി ജനിക്കുവാൻ ആരാണ് പാപം ചെയ്തത്, ഇവനോ അവന്റെ മാതാപിതാക്കളോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, ഇവനോ അവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തിട്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ വെളിപ്പെടുവാനത്രേ. പകലുള്ളതുവരെ എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ ഞാൻ നിവർത്തിക്കേണ്ടതാകുന്നു. ഒരുവനും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിൽ ഇരിക്കുവോളം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി. ആ തുപ്പൽ കൊണ്ട് മണ്ണ് കൊഴിച്ച് ആ കുരുടന്റെ കണ്ണുകളിൽ തേച്ചിട്ട് അവനോട്, നീ പോയി ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് തിരിച്ചു വരികയും ചെയ്തു. അവന്റെ അയൽക്കാരും അവനെ ഭിക്ഷാടകനായി മുമ്പ് കണ്ടിട്ടുള്ളവരും, ഇവനല്ലേ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവനെന്ന് പറഞ്ഞു. ചിലർ ഇവൻ തന്നെയാകുന്നുവെന്നും മറ്റു ചിലർ അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നുവെന്നും പറഞ്ഞു. എന്നാൽ അവൻ ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ അവരോട്, യേശു എന്ന പേരുള്ള ഒരാൾ മണ്ണ് കുഴിച്ച് എൻ്റെ കണ്ണുകളിൽ തേച്ചിട്ട്, നീ പോയി ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ഉണ്ടാകുകയും ചെയ്തു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവൻ എവിടെയെന്ന് ചോദിച്ചതിന് എനിക്കറിവില്ല എന്ന് അവൻ പറഞ്ഞു. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുത്ത് കൊണ്ടുചെന്നു. യേശു മണ്ണ് കുഴിച്ച് അവൻ്റെ കണ്ണുകളിൽ തുറന്നത് ശാപത്തിലായിരുന്നു. പരീശന്മാർ അവനോട്, നീ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ അവരോട്, അവൻ മണ്ണ് കുഴച്ച് എൻ്റെ കണ്ണുകൾ തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പരീശന്മാരിൽ ചിലർ, ആ മനുഷ്യൻ ശാപത്ത് ആചരിക്കാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായ മനുഷ്യന് ഈ അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ വീണ്ടും ആ കുരുടനോട്, നിന്റെ കണ്ണുകൾ തെളിയിച്ചതിനെ പറ്റി നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, അവനൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞു. അവൻ കുരുടനായിരുന്നിട്ട് വീണ്ടും കാഴ്ച പ്രാപിച്ചതാണെന്ന് അവൻ്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കുന്നവരെ യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് അവർ ചോദിച്ചു. ഇവൻ ഞങ്ങളുടെ മകനാണെന്നും കുരുടനായി ജനിച്ചെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്നോ ഇവന്റെ കണ്ണുകൾ തെളിയിച്ചതാരെന്നോ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഇവന് പ്രായപൂർത്തിയായിട്ടുണ്ടല്ലോ, ഇവനോട് തന്നെ ചോദിക്കുവേൻ, ഇവന്റെ കാര്യം ഇവൻ തന്നെ പറയട്ടെ എന്ന് അവന്റെ മാതാപിതാക്കൾ മറുപടി പറഞ്ഞു. മെസ്സിഹായാണ് യേശു എന്ന് ആരെങ്കിലും സമ്മതിച്ചാൽ അവനെ സുന്നഗോഗിൽ നിന്നും പുറന്തള്ളണമെന്ന് യഹൂദന്മാർ നിശ്ചയിച്ചിരുന്നതിനാലാണ്. അവന് പ്രായപൂർത്തിയായിട്ടുണ്ടല്ലോ, അവനോട് തന്നെ ചോദിക്കുമെന്ന് യഹൂദന്മാരെ ഭയന്ന് അവന്റെ മാതാപിതാക്കൾ പറഞ്ഞത്. കുരുടനായിരുന്നവനെ രണ്ടാമതുമാർ വിളിച്ചിട്ട്, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. അവൻ അവരോട്, അവൻ പാപിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്ന് എനിക്കറിയാം, ഞാൻ കുരുടനായിരുന്നു,
ഇപ്പോൾ ഇതാ കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ പിന്നെയും അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു? നിന്റെ കണ്ണുകൾ എങ്ങനെ തുറന്നതെന്ന് ചോദിച്ചു. അവൻ അവരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലയോ? വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ത്? നിങ്ങളും അവൻ്റെ ശിഷ്യന്മാരാകുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അവർ അവനെ ശകാരിച്ചുകൊണ്ട്, നീയാണ് അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാകുന്നു. മോശയോട് ദൈവം സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ അവൻ എവിടെ നിന്ന് വന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, അവൻ എവിടെ നിന്ന് വന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ, എൻ്റെ കണ്ണുകൾ അവൻ തെളിയിക്കുകയും ചെയ്തു. ഇത് ആശ്ചര്യം തന്നെ. ദൈവം പാപികളുടെ വിളി ശ്രദ്ധിക്കുകയില്ലെന്നും തന്നെ ആശ്രയിക്കുകയും തൻ്റെ ഇഷ്ടമാചരിക്കുകയും ചെയ്യുന്നവരെയാണ് ശ്രദ്ധിക്കുന്നതെന്നും നമുക്കറിയാം. കുരുടനായി ജനിച്ചവൻ്റെ കണ്ണുകൾ ആരും തുറന്നതായി ഒരിക്കലും കേട്ടിട്ടില്ല. ദൈവത്തിൽ നല്ലായിരുന്നുവെങ്കിൽ ഇത് ചെയ്യുവാൻ അവന് കഴിയുകയില്ലായിരുന്നെന്ന് പറഞ്ഞു. അവർ അവനോട്, നീ മുഴുവൻ പാവത്തിൽ ജനിച്ചവൻ, എന്നിട്ടും ഞങ്ങളെ പഠിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു അവനെ ബഹിഷ്കരിച്ചു. യഹൂദന്മാർ അവനെ ബഹിഷ്കരിച്ചു എന്ന് കേട്ടിട്ട് യേശു അവനെ കണ്ട്, നീ ദൈവപുത്രനെ വിശ്വസിക്കുന്നുവെന്ന് ചോദിച്ചു. സുഖം പ്രാപിച്ചവൻ, കർത്താവേ, അവൻ ആരാകുന്നു? ഞാൻ അവനെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാകുന്നു അവൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് അവനെ വീണ് വന്ദിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുവാനും കാഴ്ചയുള്ളവർ കുരുടരാകുവാനും വേണ്ടി ഈ ലോകത്തിന് വിധി കൽപ്പിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന പരീശന്മാരിൽ ചിലർ അത് കേട്ടിട്ട് അവനോട്, ഞങ്ങളും കുരുടന്മാരാകുന്നു എന്ന് ചോദിച്ചു. യേശുമ്പുരാൻ അവരോട്, നിങ്ങൾ കുരുടന്മാരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് അരുളി ചെയ്തു. പേജ് നമ്പർ 287. ശീലോകാവൽ നീ സൗഖ്യം പ്രാപിച്ചു. യേശു സുഖം തന്നില്ലെന്ന യൂദന്മാർ ഓതി അന്തൻ ചൊല്ലി ആശീലോകായിൽ മുഴുകും കുരുടർ ഏവർക്കും സൗഖ്യം കിട്ടിടുമെങ്കിലനെ കീശോ ചെയ്തിട്ടിൽ ഒന്നും യേശുവിനേക്കാ ശ്വാസം തൻ ഇല്ലെന്നോതുന്നോൻ ഹല്ലേലൂയ ശാപഗ്രസ്തൻ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും നിത്യവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ദാവീദ് പുത്രനിൽ നിന്നും ജനിക്കുകയും ഗോകുൽത്താൻ വെച്ച് മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസികളായ ജനങ്ങൾക്ക് നൽകപ്പെടുകയും ജീവനുള്ളവരെ മരിച്ചവരെ ആനന്ദിപ്പിക്കുവാൻ മതിയാവുകയും ചെയ്ത ജീവന്റെ അപ്പമായ കർത്താവിന് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും അടിയങ്ങൾ ജീവനോടുകൂടി ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു.
ബകുലഹുൻ യൗമോ സ്വദഹായ മീൻ. ബാറിക്കുമോർ അനുഗ്രഹിക്കുന്നതിനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കണായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. മഹസ്യോനോ ഹോക്കേൽ മതകിയോനോ ശോഭോക്കോ, പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നതിനുമായ കർത്താവേ, സ്നേഹപൂർവ്വന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താധികർത്താവേ, മഹത്വനാഥാംശിയാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം നടത്തി മാറ്റിക്കളയണമേ. സമാധാനപരന്മാരെ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ദൈവവും കർത്താധികർത്താവുമേ, തിരുസന്നിധിയിലും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരമായുള്ളവേ തിരുമുമ്പാകുകയും തൻ്റെ തേജസ് അഗ്നിമാന്മാർ പരിഭ്രമിക്കുകയും തൻ്റെ ദർശനത്തിൽ ആത്മീയർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്ന എൻ്റെ നാഥ, നിന്റെ മുമ്പാകുകയും ഞങ്ങൾ വണങ്ങി നിന്റെ ദൈവത്വത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സ്വർഗ്ഗപ്പന്മാരുടെ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കുകയും നിന്റെ ദൈവത്വത്തിന്റെ വന്യരഹസ്യങ്ങൾ ഞങ്ങളെ നീ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങൾ തിരുമുമ്പാകുകയും നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ സന്നിധിയിലും വിശുദ്ധമായി നിന്നുകൊണ്ട് നിന്റെ ആത്മീയ മേശമേൽ വെടിപ്പോടെ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ വേണ്ടി നിന്റെ മഹാകരുണയാ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ പരിശുദ്ധ റൂഹായി അയച്ച് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ അപ്പവൈഞ്ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിർമ്മലമായ സുഗന്ധബലികൾ നിനക്ക് ഞങ്ങൾ അർപ്പിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും ശുദ്ധീകരിക്കണമേ. സകല പാപമാലിന്യങ്ങളും ഞങ്ങളിന്ന് തുടച്ചു നീക്കണമേ. നിന്റെ പരിശുദ്ധന്മാർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളും അർഹരായി ഭവിക്കണമേ. അവരോടൊരുമിച്ചും അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും
ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമർപ്പിക്കുന്നു. ഹോശോ കർത്താവിന്റെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ോമഹേലോഹത്തോയോമാർ കാദേശ് ആബോ കാദേശോ Kadesh tafirmodatoyo abde kadhoyes Mesraham al-nabishosan al-nabishoso Dabohan udahan wadrabunan Wadamalponan wadanidain Wadakulahunani damahaibne Yeldadeto Kadesto Patrehon Olmalo Olamolmi Amen. Barakimon ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും പിതാവിന്റെ അനുസരണം പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായി പ്രകാരം സ്വർഗത്തിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായി ഭൂമിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടിനെയും പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരന്മാരെ, ഗുരുക്കന്മാരെ, ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കുർബാന കൈക്കൊള്ളപ്പെടുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പേ. സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിൽ ദൂരപ്പെട്ട് പിതാവിനോടും പുത്രൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വെച്ചുള്ള ഏകരൂഹായിലും കാതോലികവുമായ ഏകവിശ്വതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഏർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴിക ഇതു നമസ്കാരത്തിൻ സമയം
ഇതു തന്നെ കരുണ സമയം. ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യനിൽ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേതു കരുണയുടെയും അലിവിന്റെയും സമയം താ സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താ. ദൂരസ്ഥ സവിതസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താൻ. അതിനാൽ സോദരരെ വാരുവീൻ, ഒരുപോൽ കരുണയിരം വീടാം. നാഥ കൃപ ചെയ്തിടണമേ. നാഥ കൃപ ചെയ്യുക കനിവാൻ. നാഥ ഉത്തരമരുളി ചെയ്തു അടിയാരോട് കൃപ ചെയ്യണമേ. നല്ലവനേ, ഞങ്ങളുടെ ബലഹീനതയോടു തരമരുളണമേ. നാമെല്ലാം വരുമോ തോരുമേ ചാട്ടഹസി ചുരചേണം. നാഥ കൃപ ചെയ്തിടണമേ. നാഥ കൃപ ചെയ്യുക കനിവാൻ. നാഥ ഉത്തരമരുളി ചെയ്തു അടിയാരോട് കൃപ ചെയ്യണമേ. ബാർക്കുമോ സൗമൻ കാലോ കർത്താവേ, ഈ സമയത്ത് സ്നേഹവും ഐകമത്യവും പരിപൂർണ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറിക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുവനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും
ഈ സമാധാനങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്നേഹിക്കണമെൻ ഓദിയ നാഥ നിൻ സ്നേഹം വാണിടണമെങ്ങളിലെന്നും. സ്തുതി ദൈവത്തിനുയരത്തിൽ ഭൂതലമെങ്ങും നൽ ശാന്തി മാനവരിടയിൽ സംപ്രീതി. ഭൂതലമെങ്ങും നൽ ശാന്തി മാനവരിടയിൽ സംപ്രീതി. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെ നിന്റെ പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുക്കുൽ അസ്ബാൻ ലോൽമീൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിന്ന് ദൂരീകരിക്കണമേ. ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുക്കുൽ അസ്ബാൻ ലോൽമീൻ. ബാധിക്കുമോ സൗരങ്ങളെ നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന് വന്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയും സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടവനായ പിതാവാം ദൈവത്തിന് ഇരപ്പിലും സമാധാനത്തിലും വണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലി സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മെശിഹാ തമ്പുരാൻ ഇരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, തിരുമുമ്പാകെ നിന്നുകൊണ്ട് ഇടവിടാതിനെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും അധിമാന്മാരോടൊരുമിച്ച് തൃത്വസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് നമ്മുടെ കർത്താവ് ഒരുങ്ങിയപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പം എടുത്ത് വാഴ്ത്തി ബാറയ്ക്കുമോ
ഒക്കാതെ വക്സോ ശുദ്ധീകരിച്ച് മുറിച്ച് അത് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തൻ്റെ പരിശുദ്ധ ശരീരമെന്ന് അതിനെ നാമകരണം ചെയ്തു. ലഹോനോന്ത് നൊസബിൻലേ. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ ജീവന്റെ കാസായം എടുത്ത് വാഴ്ത്തി ബാറയ്ക്കുമോ ശുദ്ധീകരിച്ച് അത് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ വലിയ രക്തമാട്ടത്തിനെ പൂർത്തിയാക്കി ലഹോനോന്ത് നൊസബിൻലേ. ഞാൻ വരുന്നതുവരെ എൻ്റെ സ്മരണയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീരെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ സ്ലീഹന്മാരെ നമ്മുടെ കർത്താവ് ഇത് ഫലമേൽപ്പിച്ചു. അതാമോ ദോസേനോ നിൻ മൃതിയോ തിങ്ങൾ നിന്നു ധാനമതി ചോദി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വരുളുക ഞങ്ങൾ എന്നും. കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭ ഓർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവർത്തനങ്ങൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാറിക്കുമോ എന്റെ വാർത്തമുള്ളവരെ ജീവനുള്ള പരിശുദ്ധരുക സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്നും പ്രതാപത്തോടുകൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കൃപാലമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാടിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര വിരമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങളെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരമരുളേണമേ. കർത്താവേ, എന്നോടുത്തരമരുളേണമേ. കർത്താവേ, എന്നോടുത്തരമരുളി ദേതോ നിന്നിൽ കരുണ ചെയ്യണമേ. കുരിയലായിസോ കുരിയലായിസോ കുരിയലായിസോ. പരിശുദ്ധ റൂഹ വസിച്ച ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മെശിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ വസിച്ച ഈ കാസായെ ഞങ്ങളുടെ ദൈവമായ മെശിഹായുടെ രക്തമായി
രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. കർത്താവേ, ഈ തിരുശരീരത്തിന് അനുഭവിക്കുന്ന സകലർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം അവർ നിത്യജനവകാശിക്കുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുക്കുനസ്ബാൻ ലവൽമീൻ. ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 വാളുള്ള ദൈവത്തിന്റെ വിശുദ്ധകളെ വേച്ചിരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ അബൂന്മാർ ഇഗ്നാത്യൂസിന് വേണ്ടിയും അബൂന്മാർ ബെസേലിയോസിന് വേണ്ടിയും അബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരനെയും വന്ധ്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും സഭയിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ സഭയിൽ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളാവപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തിന്റെ സഭകളെയും ദേരാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസിലെ ജനങ്ങളെ സംഘവും ക്രിസ്ത്യാനിസം മുഴുവൻ സുഹൃത്തുമുള്ളവരെ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയെ ഞങ്ങളെന്ന് നീക്കണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകൾ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യയും ഭാഗ്യവതിയുമായ ദൈവമാതായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹോദരന്മാരെയും ഔദ്യാന്മാരെയും ഭാഗ്യവാൻ തന്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാർ യോഹാനോൻ മദാനയെയും ശമാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരും മുമ്പനും പരിശുദ്ധനുമായ മഹത്വമുള്ളവനും മാ സ്തേപ്പാനോസിനെയും സ്ലീഹന്മാരിൽ തലവനായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് സ്ലീഹായെയും ശേഷശകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയെ ഞങ്ങളെന്ന് നീക്കണമേ. കരുണയില്ലാത്ത അതിർമാർഗങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കുലസ്ബാൻ ലവൽ
വിശ്വാസത്തെ പാലിച്ചങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയാലെ മുൻകൂട്ടി നിർഭാവിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായാലും കുസ്തന്തീനോസ് പോലീസിലും എഫേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതു സുന്നതദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1-ാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതാവുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്യാസ്യോസും അഥാനാസ്യോസും യൂലിയോസും ബേസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമത്യോസും ബീലക്സീനോസും അന്തീമോസും ഈ ആവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ച സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രികേസ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് ബൂർദാനായും മാർ അപ്രീമും മാർ യാക്കൂബും മാർ സഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരെ തലവനായ മാർ ബർസൂമായും മാർ ശിമോൻ ദസ്തൂനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോമാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്യാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശ്വാസം വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരും ഞങ്ങളെ നീയാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. രൂപികളുടെയും സ്ഥലയിടങ്ങളുടെയും ഉടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിച്ചതിന്റെ അടുക്കൽ വന്നേർന്നു വന്നുചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോട് സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസലാസല മരിച്ചുപോയി ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരിവുകളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ വിശായോടെ ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സുഖരായത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് പറയണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിക്കണമേ. അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാ നിന്റെ ഏകജാതന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങൾ മറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആസ്വദിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സൂടാതെയും അറിവോടും അറിവൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവര് ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പരേതരുടെയും തെറ്റുകൾ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്തീയത്തിന് അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവേ ശിമിശിയായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ
സകലത്തിലൊന്നുപോലെ കുർബാന വഴിയായും മഹത്വപ്പെടുകയും പൊരുത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോ തന്റെ തിരുനാമം വരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറകളായി നൽകുന്നവരെയും ലോകാലോകങ്ങളോട് സ്ത്രീയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹാ ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വാസ്ഥ്യത്താൽ ആതുരരാ പ്രാർത്ഥിക്കണം. പാർക്കുമോ നമ്മുടെ മെസ്സിഹാ തമ്പുരാനോട് നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായി അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു, വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിനും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തൻ്റെ വിശുദ്ധ റൂഹായെ മഹത്വപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിൻ്റെ തൃക്കൈകളിൽ നമ്മുടെ ജീവനെ പരമേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങളെ യാചിക്കുകയും ചെയ്യണം. ഉത്തമനായുള്ളവനേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നതിനും ആദ്യമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനാ നിന്റെ ഏകജാതി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളേ ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ആവശ്യങ്ങളെ രക്ഷിക്കണമേ. എന്നോട് നാം രാജ്യം ശക്തിയും മഹത്വവും ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടെല്ലാവർക്കും നീ പാപപരിഹാരം നൽകണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാധിക്കുമോ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താനും ഭാഗനാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീരത്തിന് അനുഭവിക്കാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിന്റെ ജനത്തെയും നിന്റെ ഇടവകയിലെ ആടുകളെയും വലത്തെ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്യവും സാരാവസൃന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാധിക്കുമോ ഭയത്തോടും വിരലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ഗുരുവായൂരല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ ഗുരുവായൂരും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാനുള്ള സ്ഥലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാർ ആയിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച പാതൻ മാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ ശാശ്വതരാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരും നീരൊപ്പം ദേവസുതൻ ആശ്വാസമവർത്തിയിടും. മുതിയോരാകെ മേലയിലോരാകാവേ. എന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യ യോ ഹാലേലൂയ. നിൻവലമായി രാജഭാമിനിയും നിന്നഴനരജൻ മോഹിപ്പാൻ ഹാലേലൂയ യോ ഹാലേലൂയ. ജനമോർക്കായിക പ്രതിഗ്രഹവും
കാദീശോ മെന്നപോലം ആദാമൽ പോലം നീനാമേ ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോ ഏകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയുടെ കേണം സ്തവൻ കാലസ്കുരിയിലായിസോ അറിയാമിൻ സ്മരണം വരദായകമാക തൈപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനുബോധ മാറിക്കുമോ ബോല ബോല ബുറോവൽ റൂഹോ കാദീശോ ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരം തായാറിൽ സുഖപരിമളദോപം മുറിയോരാകി നീലയിലോ ആലാരേ നീടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുൾ അർഹനേ ഞങ്ങളിലാദ്രത തോന്നിടാൻ ഏനാത്മജനോ നയവാൻ പന്ന പോലെ തളർത്തിടുമേ ഹാലേലുയ്യ വളരും അവൻ ലബനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ കളിലിട്ടു നടച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാലക്കുമോ ശോല ബോല ബുറോവൽ റൂഹോ കാദീശോ മന്നപോലം ആദാമൈപോലം നീലാമേ ഒരുപോലിങ്ങും മാർത്തോമാസ്ലീഹ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദരണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേവന്നു മാനിച്ചോർക്കായി സൗമൻ കാലസ്കുരിയേലായിസോ പ്രാർത്ഥനയൻ സമയമേതല്ലോ മോർ പത്രോസ് പൗലോസ് സ്ലേഹന്മാരെ പതിവിൻ പാടി നിൻ തോട്ട തലയായി പ്രാർത്ഥിക്കാം ഇമ്പമിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആളുകളെ മോശെ പോട്ട് കൈവാഴ്ത്തേണം ബാലയ്ക്കുമോ ബോല ബോല ബുറോവൽ റൂഹോ കാദീശോ നിന്റെ വഴി ചൊരുദാതനും മാർഗീകോറിയോ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മൂടിച്ചൂടിയിടുന്ന ൃഗാവന്നേ നിൻ പ്രാർത്ഥന കൃപയേറ്റത്തെ ഞങ്ങൾ എന്നും മുറിയോറാകി മേലൈനുവാകാതെ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാം ബശയാബോ റൂഹോ കാദീശോ ഹാദാലഹോ ശരീറോ വല്ലമോൽമീൻ ആമേൻ ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ 6ാമത്തെ ഞായറാഴ്ച ദിവസം 36ാം ഞായറാഴ്ച എന്ന് നാം സാധാരണയായിട്ട് വിളിച്ചു വരുന്ന ഞായറാഴ്ച ദിവസം, സഭാദിനമായി ആചരിക്കുന്ന ദിവസം, ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ പ്രാധാന്യം അർഹിക്കുന്ന ഈ ഞായറാഴ്ച ദിവസം വിശുദ്ധ എവങ്കേലി ഭാഗത്തും വായിച്ചു കേൾക്കുന്നതും താരതമ്യേന ദീർഘമായ ഒരു വേദഭാഗമാണ് വായിച്ചു കേൾക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9ാം അധ്യായത്തിൻ്റെ 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ തന്നെയും ആഴമായ അർത്ഥങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സുവിശേഷങ്ങളിൽ
വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലും യേശു തമ്പുരാൻ്റെ കുരുടന് കാഴ്ച കൊടുക്കുന്ന സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളും വ്യത്യസ്തങ്ങളായ വിവരണങ്ങളുമാണ് അതിൽ ചേർത്തിരിക്കുന്നതെങ്കിലും യേശു തമ്പുരാൻ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യന് കാഴ്ച കൊടുക്കുന്ന സംഭവം വലിയ നോമ്പിൻ്റെ എല്ലാ ഞായറാഴ്ചകളും നാം വായിച്ചു കേൾക്കുന്ന വേദഭാഗം പൊതുവായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകും. യേശു സൗഖ്യം നൽകുന്നവനാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനും തൻ്റെ സൗഖ്യദായകമായ ശുശ്രൂഷകൾ ഓരോന്നായി സഭ വായിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ പൂർണ്ണതയിൽ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന പാഠമുണ്ട്, തൻ്റെ സ്വരൂപത്തിലും ഛായയിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന്. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, തൻ്റെ സ്വന്തം കൈവേലയാകുന്ന മനുഷ്യൻ, തൻ്റെ സൃഷ്ടിയിൽ അവൻ പൂർണ്ണതയുള്ളവനായിരുന്നു. ആ പൂർണ്ണതയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം മൂലം ദൈവസാന്നിധ്യത്തിൽ നിന്നും അവൻ മാറിപ്പോകുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവൻ അപൂർണനായിത്തീരുന്നു. അപൂർണതയുടെ വിവിധ വശങ്ങളാണ് മുടന്തും തളർച്ചയും തളർവാദവും കുരുടും ഒക്കെ എന്ന് പറയുന്നത്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള അപൂർണതകൾ. ആ അപൂർണതയിൽ നിന്നും വീണ്ടും മനുഷ്യനെ പൂർണ്ണതയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള തൻ്റെ രക്ഷാകര പ്രവർത്തനമായിരുന്നു മനുഷ്യാവതാരം എന്ന് പറയുന്നത്. മനുഷ്യാവതാരം ചെയ്ത യേശു തമ്പുരാൻ മനുഷ്യനെ അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അവൻ കുഷ്ഠരോഗാവസ്ഥയിലായിരുന്നു, അവൻ കുരുടൻ്റെ അവസ്ഥയിലായിരുന്നു, അവൻ തളർവാദത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. അതിൽ നിന്നും മനുഷ്യനെ പൂർണ്ണതയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ദൈവം മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നു. സൃഷ്ടാവായ ദൈവം ഇന്നും സൃഷ്ടിയുടെ മേൽ അധികാരവും അവകാശമുള്ളവനാണ്. മനുഷ്യനെ സൃഷ്ടിച്ചവനാ ദൈവം ഇന്നും മനുഷ്യൻ്റെ മേൽ അധികാരമുള്ളവനാണ്. ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും ജലാശയങ്ങളെയും കരയെയും സൃഷ്ടിച്ചവനായ ദൈവം അതിന്മേലിന്നും അവകാശവും അധികാരവും ഉള്ളവനും അതിനെ നിയന്ത്രിക്കുന്നതിന് മതിയായവനുമാകുന്നു. യേശു തമ്പുരാൻ കുരുടനായ മനുഷ്യന് കാഴ്ച കൊടുക്കുന്ന സംഭവത്തിൽ നിന്നും എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? 2-3 ആശയങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. കാഴ്ചയുടെ പൂർണ്ണത എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് കാഴ്ച ആവശ്യമുള്ളത് മനുഷ്യന് സ്വയം കാണുന്നതിന് കാഴ്ച ആവശ്യമാണ്. താനായിരിക്കുന്ന അവസ്ഥ, തൻ്റെ ജീവിത അവസ്ഥയെപ്പറ്റി കാണുന്നതിനും തിരിച്ചറിയുന്നതിനും കാഴ്ച ആവശ്യമാണ്. സമസൃഷ്ടങ്ങളെ കാണുന്നതിന്, സഹോദരങ്ങളെ കാണുന്നതിന്, താൻ ജീവിച്ചിരിക്കുന്ന ചുറ്റുപാട് കാണുന്നതിന് കാഴ്ച ആവശ്യമാണ്. സ്വയം കാണുന്നതിന് കാഴ്ച ആവശ്യമാണ്, മറ്റുള്ളവരെ കാണുന്നതിന് കാഴ്ച ആവശ്യമാണ്. ഇത് രണ്ടിലും ഉപരിയായിട്ട് ദൈവത്തെ കാണുന്നതിന് കാഴ്ച ആവശ്യമാണ്. ബാഹ്യമായ നേത്രങ്ങൾക്ക് കാഴ്ചയില്ലാത്തവർക്കും ദൈവത്തെ കാണുന്നതിന് സാധിക്കും ഉൾക്കണ്ണുകൊണ്ട്. ബാഹ്യമായ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരനെ കാണുമ്പോൾ അവനെ സഹോദരനോ സഹോദരിയോ ദൈവസൃഷ്ടിയായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ അതും കാഴ്ചയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ദൈവികമായ ഉൾക്കാഴ്ച നമുക്ക് പ്രാപിക്കണം. വലിയ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ സൗഖ്യദായകമായ ശുശ്രൂഷകൾ ഓരോന്നും വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ മനുഷ്യൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് മനുഷ്യന് നാം നമ്മെ തന്നെ കാണുന്നതിനും തിരിച്ചറിയാനും സാധിക്കുക, അതിനുള്ള വിവേകത്തിലേക്ക് വളരുക. നമ്മോടൊപ്പം നിൽക്കുന്ന സമസൃഷ്ടങ്ങളായ ദൈവസൃഷ്ടിയാകുന്ന സഹോദരങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള ഹൃദയ വിശാലത നമുക്കുണ്ടാകുക, ഉൾക്കണ്ണ് തുറക്കുക, സകലത്തിനും ഉപരിയായി ദൈവത്തെ കാണുന്നതിന് സാധിക്കുക. ആ ദൈവ സംസർഗത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പ്രകാരം കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ എങ്ങനെ കഴിയും? കാണുന്ന സഹോദരനെ സ്നേഹിക്കുന്നതാണ്
കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഉദാഹരണമായി യോഹന്നാൻ സ്ലേഹം പഠിപ്പിക്കുന്നത്. അപ്രകാരം ദൈവത്തെ കാണുന്നതിന്, ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നതിനുള്ള ഉൾവെളിച്ചം ഉണ്ടാകുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. വലിയ നോമ്പിൻ്റെ ഈ ദിവസത്തിൽ പ്രത്യേകമായിട്ടും പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ്. കത്തോലിക്ക ദിനമായിട്ട്, സഭാദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. 2000 വർഷങ്ങൾ പഴക്കമുള്ള മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗങ്ങളായ നാം ഓരോരുത്തരും ഈ സഭയുടെ മക്കളായിട്ട് ജനിക്കുന്നതിനും വളരുന്നതിനും ഇടയാകുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. കാരണം പിതാക്കന്മാരുടെ സത്യവിശ്വാസം കാത്തു പരിപാലിക്കുന്ന സഭ, പിതാക്കന്മാർ സത്യവിശ്വാസത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന സഭ, സഭയെപ്പറ്റി ചിലപ്പോഴെങ്കിലും പരാതികളും പരിഭവങ്ങളും നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകാം. നാം പ്രതീക്ഷിക്കുന്ന വിധത്തിൽ സഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. എന്നാൽ പോസിറ്റീവായിട്ട് സഭയെ ദർശിക്കുമ്പോൾ വളരുന്ന ചലനാത്മകമായ ഒരു സഭയാണ് നമ്മുടെ സഭയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വൈഷമ്യങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇടയിലൂടെ കടന്നു പോകുമ്പോഴും സഭ അതിൻ്റെ ധാർമ്മിക വശങ്ങൾ കാത്തുസൂക്ഷിക്കുകയും സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും സഭയുടെ കുറ്റികളെ ഉറപ്പിച്ചുകൊണ്ട് അതിൻ്റെ കയറുകളെ വിശാലമാക്കുന്ന ഒരു സഭയുടെ വളർച്ചയാണ് 2000 വർഷങ്ങളുടെ ചരിത്രമുള്ള നമ്മുടെ സഭയിൽ നാം കാണാൻ സാധിക്കുന്നത്. ആ വളർച്ചയിൽ സഭയുടെ പിതാക്കന്മാരും വൈദിക ശ്രേഷ്ഠരും സഭാമക്കളേവരും പങ്കാളികളായിത്തീരുന്നു. പ്രാർത്ഥനയിലൂടെ, സഹകരണത്തിലൂടെ, സഹായത്തിലൂടെ, തങ്ങളുടെ താലന്തുകളുടെ പ്രയോജനപ്പെടുത്തലിലൂടെ സഭാമക്കൾ ഒന്നടങ്കം തോള് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സഭയുടെ മാനം വർദ്ധിക്കുന്നു, സഭയുടെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നു. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭയുടെ അംഗങ്ങളാകുന്നതിന് കാലഘട്ടത്തിനനുസരിച്ചുള്ള സേവന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനും സഭയുടെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനും സഭയുടെ സത്യവിശ്വാസം കാത്തുപരിപാലിക്കുന്നതിനും തൽപരരായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നുള്ളത് സഭയുടെ ആവശ്യമാണ്. വളർന്നു വരുന്ന തലമുറയെ സത്യവിശ്വാസം നിലനിർത്തുന്നതിനും പൂർവ്വപിതാക്കന്മാർ കാണിച്ചു തന്നിട്ടുള്ള ആ സത്യവിശ്വാസം കാത്തുപരിപാലിക്കുന്നതിനൊക്കെ ഇടയാകണം. ഇന്നയോളം നമ്മെ നയിച്ചിട്ടുള്ള പിതാക്കന്മാരെ അനുസ്മരിക്കണം. ഇന്ന് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗ്യവാന്മാരെ, പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. സഭയുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള വലിയ സമർപ്പണത്തിൻ്റെ ഈ ദിവസം കുരുടന് കാഴ്ച ലഭിച്ചതുപോലെ അവന് സ്വയം കാണുന്നതിനും സഹോദരങ്ങളെ കാണുന്നതിനും ദൈവത്തെ കാണുന്നതിനുമുള്ള ഉൾവെളിച്ചം ലഭിച്ചതുപോലെ സഭയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഭാദിനത്തിൻ്റെ എല്ലാ മംഗളാശംസകളും ഏവർക്കും നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം ഗ്രഹിക്കട്ടെ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യൻ നരനുടെ കാൽകളഹോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിപ്പൂ ചെടി പോലെ ബാറക്കുമോ. നിൻ പോലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരാസരനിൻ ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സൗമൻ കാലക്കുറിയേലായി സോ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തദാസ പാലം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പീൻ. അലിയണം നിന്നെ നോക്കും അവനിൽ കാന്തി ബാറക്കുമോ. ജീവിപ്പിപ്പാനിരുന്നള്ളും രാജാ മുകിലഴകിൽ നീലാഘോഷിതനായി നയവാൺമാട്ടൻ മുൻകൊമ്പിൽ നാദം കേട്ടി അന്യനെതിരെ പാലാൻ പോയിടുന്നു. ഒരു യോരാ
അതിനുയരെ കർത്താവേ. കള്ളനു കിട്ടിയ നിന്റെ മകനും തൃക്കോത്തെ കൊണ്ടാടി മരി ചോരും കൈ കൊണ്ടിടേണം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവർ ഹൂസോയെ പ്രാപിച്ചവരും വിശുദ്ധ കുമ്പസാരം നടത്തിയവരും മാത്രമേ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായി മുന്നോട്ട് വരാവൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ചൊല്ലിത്തരുന്നതാണ്. അതെല്ലാവരും ഏറ്റുചൊല്ലേണ്ടതാണ്. എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും എന്റെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമീൻ. മേൽപ്പെട്ടക്കാരോട് ഏർപ്പാടാക്കി കർത്താവിവരെ ഭൂമിയ ീശം തന്നോട് സഭയെ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും തീക്കട്ട കടം കൊണ്ട പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസി ദാസർക്ക് നൽകപ്പെടുന്നു. നായകൾ നാം മണ്ണിൻ നിലവുകൾ ശ്രേഷ്ഠാചാര്യൻ കാഴ്ചയച്ചു. കുഞ്ഞാടതിനെ ജനിപ്പിച്ചൊരു മരമുണ്ടായവിടെ ഞങ്ങളുടെ രക്ഷയ്ക്കായി
ആയിട്ട് വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും എന്നേക്കും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനും വരുവാൻ ദൈവോത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാതല്ലാതിന്റെ വലതുകരം നീട്ടി ഞങ്ങളുടെ കർത്താവിനേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറുതാ നിന്റെ തിരുശരീരവും തിരുരക്തം അനുഭവിക്കാൻ നോക്കി പാർക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ വാഴ്ത്തണമേ. വലിയോർ നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യം വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇതിനെ നൽകുന്നവരെ കൈക്കൊള്ളുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചുള്ള സംബന്ധിപ്പാലിക്കുന്ന എല്ലാവരുടെ മേലുണ്ടായിരിക്കണമേ. ദൈവമായ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ദൈവത്തിൻ ഉയരത്തെ തന്മാതാവിൻ ഉന്നതിയും മഹിമ ലേമാർക്കും മൃഗരിൽ കരുണയും ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചു വന്ന നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷിക്കുമായിട്ട് ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. മരിച്ചോർ ഉയരേകും മോനെ അവരുടെ ശരണവും ആയോനെ നിന്നെ കുമ്പിടും ഈ ലോകം നാവുകൾ നിന്നാമൻ വാഴ്ത്തും. കർത്താവേ, നിന്റെ മനുഷ്യസ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. ഞങ്ങളെല്ലാവരും ശക്തിപ്പെടുത്തുകയും സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയ മേശയെ ഞങ്ങൾ സന്തുഷ്ടരായതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കോലസ്ബാൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നൽകപ്പെട്ട വിഷ്ണു രഹസ്യങ്ങൾ കൈക്കൊടുന്നതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താനും ഭാഗനാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപോയ മിശിഹാ തമ്പുരാനെ, കെടാത്തരകത്തു നിന്നും ചാകാത്ത പുഴയിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമർപ്പിക്കും. ഹോശോ വബുക്കോലസ്ബാൻ.
വികലതയെല്ലാം വിരുതോടു നീക്കം നിർമ്മാതാവേ. ദൃഷ്ടിക്കന്ധത പൂണ്ടൊരു ലോകം കണ്ടതു മൂലം കണ്ണിനു നല്ലൊരു വെളിവതു സുഖമായി വിരവൊടു വന്നോ. പിറവി കുരുടനു കന്നിവാൽ കൺമിഴി നിർമ്മിച്ചേകേ. ദീപ്ത്യാലോകം വലയിതമാക്കിയ ദീപ്തി നിധേനിൻ നിരുപമ കൃപയാലുൾക്കണ്ണുകളെ തെളിയിക്കണമേ. നിൻ പ്രഭയതിനാലുൾ പ്രഭ ഇവരിൽ ചേർത്തിടണമേ. തെളിയും വഴിയെ നിൻ പിൻപറ്റിടും നിന്നെ ഞങ്ങൾ. യാചിക്കൻ പരിശുദ്ധന്മാരും നാഥ പുണ്യം നൽകിഞ്ഞു മരിച്ചോർക്കും. സെലോൻ ബശ്ലോമോ ആഹായൻ ഹബീബായൻ. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവേശുമിശിഹായുടെ പാപപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച വഴിയാഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹോത്തുള്ള തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ സമർപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുകയും ദൂരസ്ഥരോട് സമീപസ്ഥരും മരിച്ചുപോകേണ്ട ജീവിയുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദിസയുടെ അറുഷ്യമായ മുദ്രവത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, വിശ്വാസങ്ങളുടെ മരിച്ചോട് ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥന മൂലം കർണ കൈക്കൊള്ളപ്പെട്ട സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷതൃപ്തരായി സമാധാനത്താലേ പോകുവീൻ. എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. വന്ദിതന ശ്രേഷ്ഠാചാര്യ കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങേ അടച്ചു ദീപലിയേ.